നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം MG ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയും കൊണ്ട് വയനാട്ടിൽ ഓഫ് റോഡ് പോയി. അതോടെ തുടങ്ങി പ്രശ്നങ്ങൾ അല്ലേ? മൊത്തം പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. ഉള്ളതുള്ളതുപോലെ പറഞ്ഞു എന്നുള്ളതാണ് സംഭവം. അപ്പോ വണ്ടിയെക്കുറിച്ച്, നമുക്ക് കിട്ടിയ വണ്ടിയെക്കുറിച്ച് ഞാൻ വീണ്ടും എടുത്തു പറയാണ്. നമുക്ക് കിട്ടിയ വണ്ടിയെക്കുറിച്ച് ഞങ്ങളുടെ ഡ്രൈവിംഗിൽ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവമാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കുറിച്ചത്. ആ വീഡിയോയുടെ താഴെ എന്താ പറയാ, ഒരു കൂട്ടം ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. MGയിലെ തന്നെ ജീവനക്കാരും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കണം. ഒരു കൂട്ടം ആളുകൾ, അവർ മാത്രമാണ്, മറ്റാരുമില്ല, ഒരു കൂട്ടം ആളുകൾ മാത്രം നമ്മളെ ഭയങ്കരമായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകളും അതേപോലെ തന്നെ വളരെ എന്താ പറയാ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളും ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ അവരുടെ സർക്കിളിലും ഫ്രണ്ട് സർക്കിളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം പോലും ഇല്ല എന്ന് പറയാം. കേരളത്തില് MG എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കിനും അതില് കേരളത്തില് ആദ്യത്തെ വണ്ടി എടുത്തത് ഞാനാണ്. MG ഹെക്ടർ എന്ന് പറഞ്ഞ വണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് എടുത്തത് ഞാനാണ്. ഇപ്പോൾ 1 വർഷം 3 മാസമായി ഞാൻ ആ വണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ ആ വണ്ടിയിൽ വളരെയധികം സന്തുഷ്ടനാണ്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഹെക്ടർ ഉണ്ടാക്കിയ വീഡിയോ, ഹെക്ടർ പ്ലസ് വെച്ചുള്ള വീഡിയോ, ഈസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം ആ വണ്ടികളിലൊക്കെ ഞാൻ വളരെയധികം സന്തുഷ്ടനായിരുന്നു. പക്ഷെ ഗ്ലോസ്റ്റർ വന്ന സമയത്ത്, ഗ്ലോസ്റ്റർ ആക്ച്വലി ഇന്റർനാഷണലി നാഷണൽ ലെവലിൽ അവർ ലോഞ്ച് ചെയ്ത സമയത്ത് കേരളത്തിലേക്ക് വണ്ടി വരാനായിട്ട് വൈകി. നമ്മളെ എന്താ പറയാ, പ്രമുഖ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകൾ, കേരളത്തിന് പുറത്തുള്ള പ്രമുഖ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളെല്ലാം അതിന്റെ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ കണ്ടു. നോക്കുമ്പോൾ അതാ വളരെ നല്ല അടിപൊളി വണ്ടി അല്ലെ, ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. ടൊയോട്ട ഫോർച്യൂണർ, ഫോർഡ് എൻഡവർ, പിന്നെ അതേപോലെ തന്നെ മഹീന്ദ്ര അൾട്ടോറാസിന്റെ സെയിം കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ആ വണ്ടിയുടെ ഫീച്ചേഴ്സ് ആരെയും കണ്ണഞ്ചിപ്പിക്കുന്നതും അതേപോലെ തന്നെ മോഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ അത് എന്നാണ് വരുന്നത്, അത് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടണം എന്നുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ MGയുമായിട്ട് അത്രയധികം ക്ലോസ് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് നമ്മൾ MGയുടെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരുമായിട്ട് വളരെയധികം ക്ലോസ്ഡ് ആണ്. കാരണം അതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത് അവർക്ക് എന്നെയും പ്രിയപ്പെട്ടതാണ്. കാരണം നമ്മുടെ റെഫറൻസ് വഴി എനിക്കറിയാം ഒരു 100-ലധികം MG ഹെക്ടർ കേരളത്തിൽ അവർ കച്ചവടം ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലോസ്റ്റർ വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ അപ്പോൾ വണ്ടി വരുന്ന സമയത്ത് അവരുടെ തന്നെ ജീവനക്കാർ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചേർന്നു, ചേട്ടാ വണ്ടി എത്തിയിട്ടുണ്ട്, ഭയങ്കര സംഭവമാണ്. എന്നിട്ട് വണ്ടി ഇത്രാം തീയതി, അപ്പം വണ്ടി അന്നേരമാണ് സീൻ. അതായത് വണ്ടി കേരളത്തിൽ വന്നപ്പോ തന്നെ വണ്ടിക്ക് ഡാമേജ്, വണ്ടിക്ക് ഡെന്റ് ഉണ്ടെന്ന് പറയുന്നു. അത് റിപ്പയർ ചെയ്യാൻ 3 ദിവസം എടുക്കും. അതിന് ശേഷമേ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ ചെയ്യാനായിട്ട് വണ്ടി തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിന് ഉച്ചയ്ക്ക് 1 മണിക്ക് എന്നോട് അവിടെ എത്താൻ ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ വണ്ടി അപകടത്തിൽ പെട്ട് കിടക്കുകയായിരുന്നു. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, ഞാനും പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഒരു വണ്ടി ഇവിടെ കേരളത്തിൽ എത്തിയപ്പോൾ തന്നെ അത് അപകടത്തിൽ പെട്ട് കിടക്കുന്നതായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വണ്ടി അപകടങ്ങൾ സംഭവിക്കും. വണ്ടി അപകടത്തിൽ പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് ഞാൻ അവിടെ നിന്നും നിരാശനായിട്ട് ഞാൻ മടങ്ങുകയായിരുന്നു. ശരിക്കും നമ്മൾ എന്താ പറയാ, അപ്പൊ അവരെന്നോട് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത്, വണ്ടി രാവിലെ ഇവിടെ വന്നു, വണ്ടി പണി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിന്റെ മുതലാളി വന്ന് വണ്ടി ഓടിക്കാൻ പോയി, തിരിച്ചു വന്നപ്പോഴത്തേക്കിനും മറ്റൊരാൾ വണ്ടി ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു അവിടുത്തെ സ്റ്റാഫ്. അപ്പൊ അവര് ഓടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഓടിക്കാനായിട്ട് പോയപ്പോൾ കണ്ടെയ്നർ റോഡിൽ വെച്ച് ഏതൊരു ഇന്നോവയുമായിട്ട് വണ്ടി ഇടിച്ചു. അതിന്റെ ഫ്രണ്ട് ബമ്പർ ചളങ്ങി, ഹെഡ്ലൈറ്റ് പൊട്ടി, ഇത്രയധികം സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി അവിടെ കിടക്കുകയായിരുന്നു. പുതിയ വണ്ടി വന്നാണ്. അന്ന് ഞാൻ ആ വണ്ടി പോയി കണ്ടു. എനിക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാമായിരുന്നു. ഫസ്റ്റ് MG ഗ്ലോസ്റ്റർ മെറ്റ് വിത്ത് ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചരിത്രമായിരിക്കും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ. അതിന്റെ ഒരു ഫോട്ടോ എടുത്തിടാമായിരുന്നു, നമ്മൾ ചെയ്തില്ല. അപ്പോ ആ ഒരു സംഭവം കഴിഞ്ഞു. അപ്പൊ എന്നോട് പറയുന്നു, ചേട്ടാ അതിന്റെ ഹെഡ്ലൈറ്റ് പുതിയ വണ്ടിയാണ്, അത് ബോംബെ കണ്ട് ഡൽഹിയിൽ നിന്ന് കണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇനിയും വണ്ടി റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരൊറ്റ വണ്ടിയെ വന്നിട്ടുള്ളൂ. ഓൾറെഡി ഡെൻഡായിട്ട് വന്ന വണ്ടി, അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ നമ്മളെ പോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവും ബാക്കിയുള്ള ഓഫ് റോഡിങ് ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പൊ അത് ഓൾറെഡി ഡെൻഡായിട്ട് അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പം ആക്സിഡന്റും ആയി. എന്നിട്ട് ഈ സാധനം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ സമയത്തേക്കിനും എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു, വണ്ടിയുടെ റിവ്യൂ ഓൾറെഡി യൂട്യൂബിൽ വന്നു എന്ന് പറഞ്ഞ് വന്നു. അപ്പോ ഓൾറെഡി ആ വണ്ടി നമുക്ക് തരുന്നതിന് മുമ്പായിട്ട് മറ്റൊരാൾ എടുത്തുകൊണ്ട് പോവുകയും ആ വണ്ടിയുടെ റിവ്യൂ എടുത്ത് യൂട്യൂബിൽ ഇടുകയും ചെയ്തു. അത് ഒരു ഇല്ലീഗൽ വേയിലാണ് സംഭവിച്ചതെന്ന് MGയിലെ ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞു. കാരണം എംബാർഗോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കേരളത്തിൽ വന്നിരിക്കുന്ന വണ്ടികൾ, കേരളത്തിൽ ധാരാളം ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളാണ്. ഞങ്ങൾ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളല്ല, നമ്മൾ ട്രാവൽ വ്ലോഗേഴ്സ് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, വണ്ടി നമ്മൾ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകും, അതിന്റെ എക്സ്പീരിയൻസ് പറയും. അതല്ലാതെ നമ്മൾ റിവ്യൂ അല്ല ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും എംബാർഗോ ഉണ്ട്. കാരണം എംബാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ തീയതി പറയും, കമ്പനി പറയും. കാരണം ഇത് കമ്പനിയാണ് വണ്ടി തരുന്നത്, ഈ ഡീലർ അല്ല.
കമ്പനി പറയും ഇത്രാം തീയതി ഇത്ര മണിക്ക് ശേഷം മാത്രമേ ഈ വീഡിയോ ഇടാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. ആ ഡേറ്റ് ശരിക്കും എംബാർഗോന്റെ ആവശ്യം പോലും ഇല്ല, കാരണം ഓൾറെഡി നാഷണൽ ലെവലിൽ എല്ലാവരും വീഡിയോ ഇട്ടതാണ്. അപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അവരൊരു ഡേറ്റ് വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എന്തായാലും ഓൾറെഡി ഒരു വീഡിയോ എംബാർഗോ തെറ്റിച്ച് യൂട്യൂബിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ പലരും കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അതിനുശേഷം നമുക്ക് പിന്നെ ഈ വർക്ക് കഴിഞ്ഞിട്ട്, ഇതിന്റെ ആക്സിഡന്റ് ആയ വർക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ വണ്ടി തരുന്നത്. അപ്പോ എന്റെ കൂടെ ഹാനിക്ക ഉണ്ടായിരുന്നു. ഹാനിക്ക പറഞ്ഞു എനിക്ക് വണ്ടി കിട്ടാനുണ്ട്, നീ അതുകൊണ്ട് കോഴിക്കോട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കോഴിക്കോട് വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വയനാട് പോയിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്താണ് എമ്മിൽ പോയി ഹാരിയർ എടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് ആ വണ്ടിയും കൊണ്ട് നമ്മൾ വയനാട്ടിൽ പോയിരുന്നു. നിങ്ങൾ കണ്ടതാണ്, നമ്മൾ ഗ്ലോസ്റ്ററായിട്ട് വയനാട് പോയത്. അതെനിക്ക് തോന്നുന്നു 12-ാം തീയതി 13-ാം തീയതി എന്തായിരുന്നു ഗ്ലോസ്റ്ററായിട്ട് വയനാട് പോയതും. അത് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെറുതായിട്ട് കാണിക്കുകയും ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഹാനിക്ക കൊണ്ടുവന്ന ബെൻസിന്റെ വണ്ടിയുമായി നമ്മൾ കൂർഗിലേക്ക് പോയതൊക്കെ നിങ്ങൾ കണ്ടാണ്. ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 15-ാം തീയതി വീഡിയോ ഇടാമെന്നായിരുന്നു MG പറഞ്ഞിരുന്നത്. 14-ാം തീയതി ആയപ്പോൾ വിളിച്ചു പറഞ്ഞു എംബാർഗോ നീട്ടിയിട്ടുണ്ട്, 30-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചത് 30-ാം തീയതി ഇട്ടപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഈ ഒരു ട്രിപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു ട്രിപ്പ് പോകുന്നത് ഏത് വണ്ടിയിലാണ്? ഫോർഡ് എൻഡവറിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ പലർക്കും തോന്നാം എൻഡവർ ഞങ്ങളെ സ്പോൺസർ ചെയ്തുകൊണ്ട് നമ്മൾ MGനെ ഡീഗ്രേഡ് ചെയ്ത് വീഡിയോ ഇട്ടു എന്നുള്ളതായിരിക്കാം. പക്ഷെ അത് ഒരിക്കലും അങ്ങനല്ല. ഇത് അന്ന് വരേണ്ട 15-ാം തീയതി വരേണ്ട വീഡിയോ ആയിരുന്നു. MG കമ്പനിയുടെ എംബാർഗോ നിലവിലുണ്ടായിരുന്നത് കാരണമാണ് നമുക്ക് ഈ വീഡിയോ 30-ാം തീയതി ഇടാനായിട്ട് നമ്മൾ നിർബന്ധിതരായത്. ഇനി ഇതിന്റെ റിയാലിറ്റിയിലേക്ക് വരാം. അതേപോലെ പറയും. ഞാനിപ്പോ ഇവിടെ പറയുന്നത് എനിക്ക് തോന്നിയ ഒരു ഡ്രൈവ് ചെയ്തപ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. അത് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നു. എനിക്ക് വാഹനങ്ങൾ, ഞാൻ വണ്ടിയിലെ ഭയങ്കര വലിയ എക്സ്പേർട്ട് ആണെന്നും പറയുന്നില്ല. ഈവൻ എന്താ പറയാ, വണ്ടി ഓടിക്കുമ്പോൾ എനിക്കെന്നല്ല, ഒരു സാധാരണക്കാരന് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തോട്ട് ഡീപ്പായിട്ടുള്ള ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ഒരാൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കാണുന്ന ഒരു ഫീല് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫസ്റ്റ് തോന്നിയ കാര്യം, വണ്ടി കയറ്റം കയറുമ്പോൾ, ചുരം കയറുമ്പോൾ വണ്ടിയുടെ ഗിയർ റേഷ്യോ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട്, വണ്ടിക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഭയങ്കര ജെർക്കി ഷിഫ്റ്റിംഗ്, ഒരു സെക്കൻഡിലും തേർഡ് ഗിയറിലും ഭയങ്കര ജെർക്കി ആയിട്ടുള്ള ഷിഫ്റ്റിംഗ്. വണ്ടിയുടെ കുഴപ്പമായിരിക്കും ഇത്. ആ കിട്ടിയ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ മാത്രം പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അറിയണമെങ്കിൽ നമുക്ക് വേറെ വണ്ടി കിട്ടണം, എന്നാലേ വണ്ടി ഓടിച്ചാലേ മനസ്സിലുള്ളൂ. പക്ഷെ നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്ന വണ്ടിയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനത് മനസ്സിലാക്കി. ഞാനത് സുജിത്തിനോട് പല പ്രാവശ്യം പറഞ്ഞ വണ്ടിക്ക് ജേർക്കിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുരമൊക്കെ കയറുന്ന സമയത്ത് വണ്ടി ഭയങ്കര, ഞാൻ പാഡിൽ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് കയറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഓഫ് റോഡിങ്ങിന് വേണ്ടി നമ്മൾ പോയി. ആ ഓഫ് റോഡിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് ആണെങ്കിലും അറിയാം, ഏതൊരു സാധാരണ ഒരു കാറ് കയറി പോകുന്ന ഒരു ചെറു കാറ് കയറി പോകുന്ന വഴിയിലാണ് നമ്മൾ ചെയ്തത്. റോഡിൽ ടാറില്ലെന്ന് മാത്രമേ ഉള്ളൂ, കുത്തനെയുള്ള കയറ്റമുണ്ട്. അപ്പോൾ അവിടെ വണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു ചെറിയൊരു കയറ്റം കയറുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആക്സിലറേഷൻ ഒട്ടും ഒരു കറക്റ്റായിട്ട് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഒരു കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലായിരുന്നില്ല അത് കയറുന്നത്. പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ വണ്ടി ഞാനൊന്ന് പാർക്കിലിട്ട് വെച്ചു വണ്ടി അവിടെ. എന്താ കുറച്ച് സൗണ്ട് എല്ലാം കേട്ട് പറയുന്നത്. ഞാനിതൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എഞ്ചിൻ പാർട്ടിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാർക്കിലിട്ട് വണ്ടി നിർത്തി. അത് കഴിഞ്ഞ് രണ്ടാമത് എടുക്കാൻ നോക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ആവില്ല, ഈ ട്രാൻസ്മിഷൻ എറർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും വന്നു. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മനസ്സിലായി. ട്രാൻസ്മിഷൻ എറർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എറർ അല്ല. ഫോർഡുകാര് ആ കാശ് തന്നിട്ട് ഗ്ലോസ്റ്റർ ട്രാൻസ്മിഷൻ എറർ എന്ന് കറങ്ങി കാണിക്കുമോ? അതൊരു ചെറിയ കൊച്ചു ലോജിക്കല്ലേ. മാത്രമല്ല ആ വണ്ടി എങ്ങനെ നോക്കിയാലും ഒരു 5000 കിലോമീറ്റർ അറൗണ്ട് ഒക്കെ ഓടിച്ചിട്ടുള്ളൂ. 5000 കിലോമീറ്റർ ആണോ ഒരു വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടാവേണ്ടത്? 5000 കിലോമീറ്റർ ആണോ? ലക്ഷക്കണക്കിന്, ഞാൻ പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പൊ ടൊയോട്ടയുടെ വണ്ടികളൊക്കെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഓടി തെളിയിച്ചിട്ടുള്ള വണ്ടിയോ ബാക്കിയുള്ള ഒരു വണ്ടി 4000 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടതാണോ? നമുക്ക് ഏകദേശം 2 കോടിയോളം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു വാഹനം എന്നുള്ളത്
ഒരു സാധാരണക്കാരന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു, ചില ആൾക്കാരൊക്കെ പറഞ്ഞു എമിലിന് അല്ലെങ്കിൽ സുജിത്തിന് ഓഫ് റോഡ് ചെയ്യാൻ അറിയത്തില്ല. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ പുതിയ ആധുനിക വണ്ടികൾ ഈ പറയുന്ന കുറച്ച് ലോജിക്ക് മാത്രം മതി, ബാക്കി മിക്കതും വണ്ടി ചെയ്യും. താറൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെയൊക്കെ പഴയ മോഡൽ വണ്ടികളിലാണ് കുറേ കൂടെ ഡ്രൈവേഴ്സിന്റെ ഒരു കഴിവ് കൂടുതലെടുത്ത് കാണിക്കേണ്ടത്. ഇപ്പോഴത്തെ പുതു ജനറേഷൻ വണ്ടികളിലൊക്കെ നല്ല ശതമാനം വണ്ടികൾ ചെയ്യും. നമ്മൾ യൂസ് ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള ഒരു സെൻസും പിന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പുതിയ മോഡൽ വണ്ടികളിലൊക്കെ ഉള്ളത്. പിന്നെ എവിടെ കയറ്റേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കണം കേട്ടോ. അത് വേറെ കാര്യം. എന്ന് വെച്ച് നമുക്ക് എല്ലായിടത്തും കൊണ്ടേ കയറ്റാൻ പറ്റുമെന്നുള്ളതല്ല. പക്ഷെ എന്നാലും അതത്രയും അതാണ് പുതുതലമുറ വണ്ടികളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ 5000 കിലോമീറ്റർ ഓടിയ വണ്ടി ട്രാൻസ്മിഷൻ ഇഷ്യൂ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് അത്ര കറക്റ്റായിട്ട് തോന്നിയില്ല. ഞാൻ ഈ ഒരു കാര്യം വളരെ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കൊണ്ട് അത് തെറ്റാന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നമ്മൾ എൻഡോറായിട്ട് പോയിട്ട് ഓഫ് റോഡ് ചെയ്ത് നിങ്ങൾ കണ്ടാണ്. അതെ അതെ, നമുക്ക് ഈ വണ്ടി കൊണ്ട് പോയിട്ട് അതിനപ്പുറം ചെയ്ത് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വണ്ടിയിലുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത് ഞാൻ എടുത്തു പറയുകയാണ്. ഇതൊരു കമ്പനിയോടുള്ള ഒരു ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ഒരു ഗ്രഡ്ജോ ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമയോടോ അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ഇവരോടെല്ലാം എല്ലാ റെസ്പെക്റ്റും വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഈ നോർത്ത് ഇന്ത്യയിലെ MG ഗ്ലോസ്റ്റർ ഇപ്പോഴും ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്ന ഈ ഫീഡ്ബാക്ക് വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. അതുകൊണ്ടത് തീർക്കാവുന്നതേ ഉള്ളൂ. ആ പ്രശ്നങ്ങൾ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ക്യാമഫ്ലാഷ് അടിച്ചിട്ട് വണ്ടി നമ്മൾ ഓൾറെഡി വണ്ടി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് അപ്പൊ നമ്മൾ ഓർക്കുകയും ചെയ്തു വണ്ടി റോഡിലുണ്ടല്ലോ എന്ന്. അതായത് ആരെങ്കിലും ഒരു സംഭവം പറയുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മള് കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് ആ വണ്ടി ക്രിട്ടിസൈസ് ചെയ്തത്. അതായത് വി കുഡന്റ് ഡു ഇറ്റ് ബിക്കോസ് എന്താ പറയാ ആ വണ്ടി ഫോൾട്ടായി. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ റിവ്യൂ ചെയ്യാനായിട്ട് ഒരു വണ്ടി കൊടുക്കുമ്പോൾ അതിന് നല്ല ഒരു വണ്ടി കൊടുക്കേണ്ടത് അത് കമ്പനി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു വണ്ടി വരുമ്പോഴത്തേക്കിനും അതും ഓടിച്ചു നോക്കിയിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജനറൽ കംപ്ലൈന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു വണ്ടി കിട്ടിയിട്ട് അതിന് ഈ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടിയ പർട്ടിക്കുലർ വണ്ടിയുടെ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്റെ വാക്ക് കേട്ട് നൂറുകണക്കിന് ആളുകൾ MG ഹെക്ടർ എന്ന് പറഞ്ഞ വണ്ടി 20-25 ലക്ഷം രൂപ കൊടുത്ത് എടുത്ത ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുടക്കുന്നത് 45 ലക്ഷം രൂപ വരെയാണ് ആളുകൾ. അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ റിവ്യൂ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വണ്ടിയെ പറ്റി നല്ലത് മാത്രമേ പറയാൻ പറ്റില്ലല്ലോ. നമ്മള് എന്തെങ്കിലുമൊക്കെ നമ്മള് വണ്ടിയെ പറ്റി സത്യസന്ധമായിട്ട് പറയണ്ടേ. ഇവിടെ പലരും പല ആളുകളും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അവർക്ക് കുറച്ച് സോഫ്റ്റ് ചെയ്തിട്ടൊക്കെയാ പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെ പറയട്ടുള്ളൂ. MG ഹെക്ടർ എന്ന് പറഞ്ഞ വണ്ടി ഫ്രീ ആയിട്ട് തന്നതാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. ഉണ്ട്. മറ്റൊരു വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. അതായത് ഞാൻ വലിയൊരു തുക MG ഗ്ലോസ്റ്റർ വാങ്ങാനായിട്ട് ഡിസ്കൗണ്ട് ചോദിച്ചു. ലോകത്തെങ്ങും ഇല്ലാത്തൊരു തുക ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചു. അത് കമ്പനി തരാത്തതിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു വന്നിരിക്കുന്ന സംഭവം. അതും ഈ പറഞ്ഞ പോലെ MGയിലെ സ്റ്റാഫ് തന്നെയാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ശരിയാണ്, ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നിലെ കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. MG ഹെക്ടർ എന്ന് പറഞ്ഞ വണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തതെന്ന് നിങ്ങൾക്കറിയാം. MG ഗ്ലോസ്റ്റർ വന്നപ്പോഴത്തേക്കും ഇതെങ്ങനെ വരും, ഇതെന്ത് വരും, ഇതിന് എന്ത് പ്രൈസ് ഉണ്ടാകും, പ്രൈസ് ഒക്കെ റീസെന്റ് ആണ് റിവീൽ ചെയ്തത്. എന്ത് പ്രൈസ് ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിരന്തരമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ നല്ല ഡിസ്കൗണ്ട് തന്നെ ഞാൻ എടുക്കാട്ടോ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ആരാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ തന്നെ എടുക്കാട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവര് തന്നെ പ്രൈസ് ഒക്കെ വന്നതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, സുജിത്തെ ഗ്ലോസ്റ്റർ അടിപൊളി വണ്ടിയാണ്, എന്തിൻ്റെതാണ് പ്രൈസ് വരുന്നത്, നിങ്ങൾ എടുക്കണം, നമ്മുടെ കോട്ടയം ഷോറൂമിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, കോട്ടയം ഷോറൂമിൽ നിന്നുള്ള ഫസ്റ്റ് വണ്ടി സുജിത്ത് തന്നെ എടുക്കണം, നമുക്ക് ഭയങ്കര വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും എന്നൊക്കെ അവർ തന്നെ പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്കാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നത്. ഓടിക്കാനായിട്ട് പോയതിനു ശേഷം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ശരിക്കും മനസ്സ് മടുക്കുകയുണ്ടായി. മനസ്സ് മടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ഫോൾട്ട് മെസ്സേജും വോയിസ് നോട്ടും അടക്കം ഞാൻ അതിന്റെ സംസാരിച്ച ആൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് വണ്ടി എടുക്കാൻ താല്പര്യമില്ല, കാരണം ഇന്ത്യന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ, അത് ആ ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് ഉണ്ടായ പ്രശ്നമായിരിക്കാം, മറ്റൊരു വണ്ടി വരുമ്പോൾ സുജിത്ത് ഓടിച്ചു നോക്കൂ,
എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര രൂപ വരെയൊക്കെ തരാൻ പറ്റും എന്നൊക്കെയുള്ള നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അവര് 5 ലക്ഷം രൂപ വരെ എനിക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു. അത് അവരുടെ സ്റ്റാഫ് തന്നെ എന്റെ വീഡിയോയുടെ താഴെ, നമ്മളിട്ട വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാനിപ്പോ എമൗണ്ട് പറയില്ലായിരുന്നു. 5 ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ 45 ലക്ഷം രൂപ വണ്ടി എനിക്ക് 40 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. 40 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ആ വണ്ടി എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ട് സംസാരിച്ചു. ആ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് ആണ് 35 ലക്ഷം രൂപ. ആ 35 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതിന് എനിക്ക് എന്നെ കൊണ്ട് ഇപ്പൊ 35 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തൊരു വണ്ടി എടുക്കാൻ എന്താ പറയാ കഴിവുണ്ടായിട്ടല്ല, എനിക്കത് വേണ്ട. ഇപ്പൊ നമ്മളൊരു വേണ്ടാത്തൊരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ടൊരു സംഭവം പറയുമല്ലോ. അപ്പൊ ഞാൻ അത്തരത്തിലൊരു കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്താ പറയാ ഈ പർട്ടിക്കുലർ വീഡിയോ വന്ന ഈ വീഡിയോയിൽ നടന്ന കാര്യവും ഇങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നതെന്നും ഇന്നിന്റെ എറേഴ്സ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യവും ഇവരോട് ഞങ്ങൾ നേരത്തെ മുതലേ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഡീലറിന്റെ ഭാഗത്തുനിന്നോ MG ആസ് എ ബ്രാൻഡ് MG കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ ക്ലാരിഫിക്കേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അൺലിസ്റ്റഡ് വീഡിയോ നമ്മൾ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരത് കണ്ടു നോക്കിയിട്ട് അതിനകത്ത് എന്താണ് മിസ്റ്റേക്ക് എന്ന് പറയാൻ വേണ്ടി ഇതിന്റെ അൺലിസ്റ്റഡ് വീഡിയോ നമ്മൾ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പോലും അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് എനിക്ക് പറയാനുള്ളത് കൂടെ പറഞ്ഞ് നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇതിലെ കുറെ പ്രശ്നം MGയുടെ സൈഡിൽ നിന്നാണ്. കാരണം ഒരു മാനേജ്മെന്റ് ഇഷ്യൂ അതിൽ കാണുന്നുണ്ട്. അത് വണ്ടി അലോക്കേറ്റ് ചെയ്തതിലും റിവ്യൂ ചെയ്യാൻ കൊടുത്തതിലും പിന്നെ വണ്ടി അലോക്കേറ്റ് ചെയ്തതിൽ റിവ്യൂ ചെയ്യാനായിട്ട് അലോക്കേറ്റ് ചെയ്തതിൽ ഇഷ്യൂ ഉണ്ടായിട്ട് MG ആ ഡീലറിന്റെ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടുകയും ചെയ്തു. അല്ല, അതല്ല പറഞ്ഞ. പിന്നെ ഞാൻ പറഞ്ഞു അതൊരു മാനേജ്മെന്റ് ഇഷ്യൂ നല്ല രീതിയിലുണ്ട്. അതായത് എല്ലാവരെയും ഒരുപോലെ കണ്ട് നമുക്ക് എല്ലാവരും വണ്ടി റിവ്യൂ ചെയ്യുന്ന പോലെ അപ്പൊ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കി ചെയ്യാന്നുള്ളൂ. അതിൽ ആ ഒരു ഭാഗം നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മളോടൊരു വാശി പോലെ കാണിക്കാതെ അത് കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ എടുത്ത് ആ സംഭവം എങ്ങനെ സോൾവ് ചെയ്യാൻ കമ്പനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാവുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആ പ്രശ്നം തീർക്കായിരുന്നു. വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ അടുത്ത് മഹീന്ദ്രയുടെ താറിന്റെ ഒരു ലോഞ്ച് കണ്ടു. എത്ര മനോഹരമായിട്ടുള്ള ഒരു ലോഞ്ചാണ് അവർ നടത്തിയത്. അതൊരു മാനേജ്മെന്റ് വൈസ് അതൊരു ഭയങ്കര സക്സസ് ആണ്. കറക്റ്റ് എംബാർഗോ കറക്റ്റ് എല്ലാരും ചെയ്തു. എല്ലാവരുടെ റിവ്യൂ എല്ലാരും കണ്ടു. ഓരോരുത്തരുടെ ശൈലിയുണ്ട്. ഒരേ റിവ്യൂ കണ്ടവർ തന്നെ ബാക്കി എല്ലാവരുടെ റിവ്യൂ ഉണ്ട്. വളരെ കറക്റ്റ് ആയിട്ട് സമയത്ത് എത്ര ആളുകളിലേക്ക് എത്തി. അപ്പൊ അതുപോലെ ഒരു സിസ്റ്റം MGയുടെ കമ്പനിക്ക് ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ സുജിത്തിന് ഏതായാലും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണം എന്നാണ്. അത്രയും ബഡ്ജറ്റും ഇല്ല. സോ ഒരു ഓട്ടോമാറ്റിക് വണ്ടി വരും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഭയങ്കര ലക്ഷറി ക്ലാസ്സിലുള്ള ഈ വലിയ MG ഗ്ലോസ്റ്റർ ആ ഒരു റേഞ്ചിലുള്ളതല്ല. പക്ഷെ ഒരു വണ്ടി വരും അല്ലേ? അങ്ങനെ പറഞ്ഞ് നമുക്കിപ്പോ തൽക്കാലം അവസാനിപ്പിക്കാം. എന്തായാലും MGയുടെ സ്റ്റാഫ് ഇതിന്റെ പേര് നാളെ ഞാൻ അവിടെ ചെല്ലുമ്പോ അവരെന്റെ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അവർ എന്ത് ചെയ്യുന്ന പോലും നമുക്ക് അറിയില്ല. ഇത് അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇതിൽ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. ഞാനും ഇതിനകത്ത് ശരിക്കും ഞാൻ വളരെയധികം MGയിലെ ജീവനക്കാരും MGയുടെ ആൾക്കാരും ചേർന്ന് ഈ ഒരു വീഡിയോയുടെ പേരിൽ വളരെയധികം പേഴ്സണലായിട്ടും അതേപോലെ തന്നെ പബ്ലിക്കായിട്ടും തേജോവധം ചെയ്തു എന്നുള്ളത് എനിക്ക് ശരിക്കും ഇപ്പം ഭയങ്കര അധികം ഇൻസൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എനിക്ക് ശരിക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വീഡിയോ ആ തെറ്റ് ഞാൻ തിരുത്തുകയും ചെയ്തു. അല്ല, ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനായിട്ടാണ് ഞാനും കൂടെ ഇവിടെ വന്നത്. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് സത്യമായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, പരമാവധി ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അത് സത്യസന്ധമായിട്ടും ഉള്ളതായിട്ടും പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നമ്മൾ ഒരു റിസോർട്ട് പരിചയപ്പെടുത്തുവാണേലും ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുവാണേലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റുകൾ തിരുത്തും. അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് പറയും. നമ്മൾ ഇനി പരസ്യവും പ്രൊമോഷനും കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്രയും തുടങ്ങിയപ്പോ അതെ, തീർച്ചയായും. കാരണം എന്താണ് ഇപ്പം എന്താ പറയാ, നമ്മൾ എൻഡവറെ കൊണ്ടുവന്നു. നമ്മൾ എൻഡവറിന്റെ നെഗറ്റീവ്സ് പറയുന്നില്ലേ? എന്തോരം നെഗറ്റീവ്സ് എൻഡവറിനെ പറഞ്ഞു. പക്ഷെ എപ്പോഴും അവര് പറയുന്നത് എന്താ, നിങ്ങൾ വണ്ടിയല്ലേ എവിടെ വേണം കൊണ്ടുപോക്കോ, എന്ത് വേണം ചെയ്തോ. കാരണം അവർ അത്ര കോൺഫിഡന്റ് ആണ് അവരുടെ വണ്ടിയിലുള്ള കോൺഫിഡൻസ് ആണ്. MG കമ്പനിക്ക് ഗ്ലോസ്റ്ററിനോട് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ തരട്ടെ. എൻഡവർ, ഫോർച്യൂണർ, അൾട്ടോറാസ്,
MG ഗ്ലോസ്റ്റർ. ഈ 4 വണ്ടികൾ കൊണ്ട് ഓഫ് റോഡ് ചെയ്യാം. ഞങ്ങളുടെ കൂടെ ഹാനിക്കയും ഉണ്ടാവും ഈ പറയുന്ന ഓഫ് റോഡ്. അവര് തരുവാണെ തരട്ടെ, നമുക്ക് നോക്കാം. സത്യസന്ധമായിട്ട് MGയുടെ ആൾക്കാരും വരട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പാവില്ല. വണ്ടി എല്ലായിടത്തും കയറി പോകുമായിരിക്കും പവർ ഉണ്ടായിട്ട്. പക്ഷെ ഇതിന്റെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു പവറിലും ബാക്കിയുള്ള കാര്യത്തിലും മാത്രമല്ല. നമ്മുടെ കൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ഒരു 1-2 ഡ്രൈവർ ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വണ്ടികൾ കൊണ്ടുപോകാം. നമ്മുടെ അടുത്ത് ഈ 4 വണ്ടിയും കൊണ്ടുപോയിട്ട് ഞങ്ങളൊരു സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ചെയ്യാം. ഇതൊരു ചാലഞ്ചാണ് ഈ ഒരു കാര്യം. കാരണം ഇത് MGക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തരട്ടെ, നമ്മൾ ഈ വാഹനങ്ങൾ പോവാൻ ചെയ്യും. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനോടുള്ള ഒരു ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മള് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്, കർമ്മത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടും എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹാപ്പൻ. അപ്പോ കാണാം നമ്മുടെ ട്രിപ്പിന്റെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ. ബൈ ബൈ.